ജർമ്മനിയിൽ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സമ്മറിലോട്ട് പോവുകയാണ്. നല്ല വെതറാണ്. ഇന്നും നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്, വേറെ ഒരിടത്തുമല്ല. ഇതാ ഈ കാണുന്ന ടോയ് ഷോപ്പിലോട്ടാണ്. മെറ്റൽ കാഴ്സിൻ്റെ ഒരു വൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇതാ കണ്ടോ, ഇത് ജി ക്ലാസ്, ജി വാഗണിൻ്റെ വണ്ടികൾ. സീ ദ ഡീറ്റെയിലിംഗ് ഗായ്സ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 100 യൂറോ, 10,000 യൂറോ ഒക്കെയാണ്. റേസിംഗ് കാഴ്സിൻ്റെ തന്നെ ഒരു സെഷൻ ഫുള്ളുണ്ട് അവരുടെ കയ്യിൽ. ഹ്യുണ്ടായിയുടെ മാത്രമല്ല, അവരുടെ കയ്യിൽ ഫെറാറി, അതുപോലെ ആസ്റ്റൺ മാർട്ടിൻ, അങ്ങനെ പല വെറൈറ്റിയിലുള്ള റേസിംഗ് കാഴ്സിൻ്റെ സെഷൻ തന്നെ ഉണ്ട്. ഇതാണ്ടോ, ഇതെല്ലാം മെറ്റലിൽ മാനുഫാക്ചർ ചെയ്ത് വരുന്നത്, മെറ്റൽ കാസ്റ്റഡാണ്. എൻ്റെ പൊന്നെ, അതിൻ്റെ ഡീറ്റെയിലിങ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അക്സസറീസ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യും. ഇതുപോലത്തെ ഒരുപാട് കടകൾ നമുക്ക് ജർമ്മനിയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലാണ് ഇവരുടെ ഒരു ഫെറാറിയുടെ പഴയ മോഡലാണ്. അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു മിനിയേച്ചർ ഉണ്ടോ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കട കണ്ടു തീരാനായിട്ട്, ഈ സാധനങ്ങൾ കണ്ടു തീരാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും. ഈ ഒരു സെഷനിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ 4 വീൽ ഡ്രൈവ് വണ്ടികളാണ്, RC കാഴ്സ്. ഇതിൻ്റെയൊക്കെ വില കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതൊന്നും ഒരു വിലയല്ല, ഒരു 60,000, 70,000, 1,00,000 അങ്ങനെ മേലോട്ട് പോവും. ഇതിൻ്റെ ടയർ, സ്ക്രൂ, അങ്ങനെ ഏറ്റവും ബേസിക് സാധനങ്ങൾ മുതൽ ഇതിൻ്റെ എല്ലാ അടപടലം സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ കണ്ടു, ഇത് നമുക്ക് ട്രാക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഈ പച്ചപ്പും മരവും പുല്ലും ഒക്കെ. ഈ ഇരിക്കുന്നതും വേറൊരു സെഷനാണ്, റേസിംഗ് കാഴ്സിൻ്റെ, നമ്മുടെ RC കാഴ്സിൻ്റെ സെഷൻസാണ്. അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും, പല പല വെറൈറ്റി, കുറഞ്ഞ RC കാർ മുതൽ ഏറ്റവും ഹൈ എൻഡ് RC കാഴ്സ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഫോക്സ് വാഗണിൻ്റെ തന്നെ ബീറ്റിൽ, അതുപോലെ മറ്റേ നമ്മുടെ വിൻറ്റേജ് വെർഷൻസ് ഇല്ലേ, അതിൻ്റെയും കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് ഇന്നത്തെ ഓഫറൊക്കെ ഇട്ടിരിക്കുന്നതാണ്, 119 യൂറോ, 99 യൂറോ. പിന്നെ ഈ വേറൊരു സെഷനിൽ കുഞ്ഞു കാഴ്സ്, അതായത് 87 സ്കെയിലിലുള്ള വളരെ ചെറിയ മിനിയേച്ചർ കാഴ്സും നമുക്ക് അതിനും ഈ പറയുന്ന ഡീറ്റെയിലിംഗ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ഒരു മിലിറ്ററി സെഷൻ. ഇത് കണ്ടു തീരത്തില്ല, അങ്ങ് കിടപ്പുണ്ട് മീറ്ററുകൾ കണക്ക്. അതുകൊണ്ടോ ഒരു ലാൻഡ് റോവർ ഡിസ്കവറി, ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ അതിൻ്റെ എല്ലാം. വിലയൊക്കെ കണ്ടോ, 27 യൂറോ, 2,700 രൂപയൊക്കെ വരും ഏകദേശം. പിന്നെ ഒരു സെഷൻ മൊത്തം ട്രക്കോട് ട്രക്ക്. അത് സ്കാനിയ, വോൾവോ, ബെൻസ്, അങ്ങനെ എല്ലാവിധ ട്രക്കുകളുണ്ട്. ഈ ട്രക്കുകൾക്ക് ആ വിൻഡോ, ഡോറ് എല്ലാം നമുക്ക് തുറക്കാനൊക്കെ പറ്റും. ഇത് കണ്ടോ, ഇത് വേറൊരു സെഷനാണ്. ഇത് വേറെ സ്കെയിൽ. അങ്ങനെ സ്കെയിൽ തിരിച്ചിട്ട് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്തുള്ള ഏത് വണ്ടി വെച്ചാലും ഇവിടെ കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ കാറിൻ്റെ അകത്ത് വയ്ക്കുന്ന മിനിയേച്ചർ ഫിഗേഴ്സാണ്. ആ ഒരു സെറ്റിന് 14 യൂറോയാണ്. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ RC കാഴ്സാണത്. മേളിൽ കണ്ടോ നിങ്ങൾ, എല്ലാം റേസിംഗ് കാഴ്സും അതിൻ്റെ മിനിയേച്ചേഴ്സും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വേറൊരു സെഷനിൽ ഫുള്ള് ട്രെയിനുകളാണ്. നമുക്കിവിടെ നമുക്ക് അസംബിൾ ചെയ്ത് വാങ്ങാൻ പറ്റും. ഈ ട്രെയിനിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉണ്ടോ, അത്രയും ഡീറ്റെയിലിംഗ് ആണ്. ഇതിൻ്റെ വില ഉണ്ടോ, 3,79,000 രൂപ, ഏകദേശം 3,4 ലക്ഷം രൂപയുടെ മുതലാണ് ഇതാ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, അമ്മാതിരി സാധനം അല്ലേ. അതിൻ്റെ അകത്തൊരാളിരിപ്പുണ്ട്, അടിപൊളിയല്ലേ. ഇത് പഴയ കാലത്തുള്ള ട്രെയിനുകളാണ്. പഴയകാലം മുതൽ ഇനിയിപ്പോൾ പുതിയ ബുള്ളറ്റ് ട്രെയിനിൻ്റെ മോഡൽസ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞാൻ കണ്ടതിൽ ട്രെയിനുകളിലെ ഏറ്റവും വില കുറവ് ഒരു 10,000 രൂപയൊക്കെയാണ് ഇതിൻ്റെ എൻജിൻസിൻ്റെ വില. ഇതെല്ലാം വർക്കിംഗ് മോഡൽസാണ് കേട്ടോ, എല്ലാം വർക്കാവും. ഉണ്ടോ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, അങ്ങനെ പല വിലയ്ക്ക് നമുക്ക് ട്രെയിനുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ട്രാക്കൊക്കെ നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാം, അതിന് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടോ, ഇതൊരു ഗുഡ്സ് ട്രെയിനാണ്. അനക്കി നോക്കി ഞാൻ, ഒരു നൈസ്, സൂപ്പർ അല്ലേ. ഇതിൻ്റെ വേറൊരു ട്രെയിൻ ആണ്ടോ, 3,28,000 രൂപ. ഉഗ്ര ഐറ്റം.
ഇത് 799 യൂറോ. ഇത് വേറൊരു മോഡൽ. പല പല മോഡലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ട്രെയിനിൻ്റെ മാത്രം തന്നെ. ഇതൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. ഈ ഡോഴ്സ് ഉൾപ്പെടെ നമുക്ക് തുറക്കാൻ പറ്റും. ആ ഡോഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾ അടിപൊളിയല്ലേ. ഒരു പെണ്ണുമ്പിള്ള മാളിയിരിപ്പുണ്ട്. ഇതുണ്ട്. ഈ ട്രെയിനിന് ഏകദേശം 500 യൂറോയാണ് ആ സെറ്റ് മൊത്തമായിട്ട്. അങ്ങനെ പല പല വെറൈറ്റി ട്രെയിനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഇവർ തന്നെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കടയ്ക്കകത്ത്. ഈ ട്രെയിൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ട്രാക്കിലൂടെ ഇങ്ങനെ ഓടി നടക്കും. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ട്രെയിനിൻ്റെയൊക്കെ ഒരു മോഡലാണ്. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന മോഡൽസാണ്. ഈ ട്രെയിന് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 3 സ്വിച്ചസ്. ഈ സ്വിച്ചസിൽ ഈ കണ്ടോ ബാൻ എന്ന് പറഞ്ഞ ട്രെയിനാണ് കേട്ടോ. ബാൻ ഓബൻ എന്ന് പറയുന്നത് മേളിലുള്ളതാണ്. മുണ്ടൻ താഴെ, പിന്നെ വിൻ മ്യൂള്, പിന്നെ സൈൽ ബാന്, പിന്നെ സീസ് ലിഫ്റ്റ് ഇന്നൻ. അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആദ്യം ബാൻ ഓബൻ നമ്മൾ പ്രസ് ചെയ്യും. ഓബൻ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരും. അതാണ്ടോ മുകളിലുള്ള ട്രെയിൻ ഓണായി. അതിങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ ഓടി നടക്കും. അതിങ്ങനെ ഈ ട്രാക്കിൽ കൂടെ കറങ്ങി ഈ കാണുന്ന ആ ബ്രിഡ്ജ് വഴി പുറത്തോട്ട് വരും. നോക്കിക്കോ. അയ്യോ അടിപൊളിയല്ലേ. ഇതാ പോകുന്നു. ഇത് കറങ്ങി തിരിഞ്ഞിട്ട് ആ ടണലിൻ്റെ അകത്തൂടെ അങ്ങ് അകത്ത് കയറിപ്പോവും. ഇനി അടുത്തത് ഉണ്ടൻ താഴെ ഉള്ളതേ. കാണുന്നില്ലല്ലോ. അപ്പോൾ വരുമായിരിക്കും. പ്രസ്സായില്ലെന്ന് തോന്നുന്നു. ഒന്നും കൂടെ പ്രസ് ചെയ്യാം. വന്നു. കണ്ടോ താഴെയുള്ള ട്രെയിന്. അടിപൊളി. അത് ഇങ്ങനെ ഒരു റൗണ്ട് കറങ്ങിയിട്ട് അതിൻ്റെ ടണലിൻ്റെ അകത്തൂടെ അങ്ങ് കയറിപ്പോവും. സെയിൽ ബാഞ്ഞൊക്കെ ഇട്ടൊരു വിവരം ഇല്ല. പിന്നെ ഇന്നനിലുള്ള അകത്തുള്ള ഒരു ട്രെയിൻ ഇതാണ്ടോ മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടിപൊളിയല്ലേ. കടയ്ക്കകത്തൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അത് ഒറ്റ റൗണ്ട് അടിച്ച് വരും. അടിപൊളി. ഇനി ഇതിൻ്റെ സെയിൽ ബാൻ നേരത്തെ കണ്ടില്ലേ, അത് താണ്ട ഈ പറയുന്ന ഈ ഹാങ്ങിങ് മറ്റേ ട്രെയിൻ പോലത്തെ സാധനമുണ്ട് അവിടെ ഉണ്ട്. പക്ഷെ അത് വർക്കാവുന്നില്ല. ഇതാണ്ട് ഈ ഐറ്റമാണത്. എന്താ വർക്കാവുന്നില്ല. അടിപൊളി. ഇനി നമുക്ക് വേറൊരു സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന കുറേ ഈ നമ്മുടെ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ വെക്കുന്ന ആക്സസറീസൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. വിൻഡ് മില്ലാണെങ്കിലും പിന്നെ വീടുകളാണെങ്കിലും പല പല ട്രാക്കുകൾ, അത്ര പക്ക ഡീറ്റെയിലിംഗ് ആയിരിക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിച്ച് തീരത്തില്ല ഇവിടെ ഈ കടയ്ക്കകത്തുള്ള അങ്ങനെ സാധനങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട്. കണ്ടോ ഈ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിൻ്റെ വിലയെ കണ്ടോ, ഒരു കൊച്ചു ട്രാക്കിന് 10 യൂറോ, 9.95. ഇതൊക്കെ ഓരോ കൊച്ചു ഇതൊന്നും വർക്കിംഗ് മോഡൽസ് അല്ല, ഇതൊക്കെ സ്റ്റിൽ മോഡൽസാണ്. അതിന് തന്നെ ഏകദേശം 50 യൂറോയും 100 യൂറോയൊക്കെ അടുപ്പിച്ചുണ്ട് ഒരു എൻജിൻ്റെ മോഡലിന്. വീടുകൾ കോഴിക്കോട് എന്തൊക്കെയോ ഉണ്ട്. ഈ ചോപ്പ് ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ഓഫറുള്ളതാണ് കേട്ടോ. പല ട്രെയിൻ മോഡൽസൊക്കെ നമുക്കിവിടെ കിട്ടും. കണ്ട് തീരത്തില്ല. ഒത്തിരി ഉണ്ട്. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളും വരെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇത് വേറൊരു സെഷനാണ്. ഇതൊന്നും വർക്ക് ചെയ്യുന്ന മോഡൽസ് അല്ല. ഇതൊക്കെ 224 യൂറോ. ഇത് KSRTC ബസ്സിൻ്റെ മോഡലൊരു ട്രെയിൻ 224 യൂറോ, 379 യൂറോ. പിന്നെ വീണ്ടും ഞാൻ കാറിൻ്റെ സെഷനിലോട്ട് തന്നെ വന്നു. അത് കുറേ ഫോക്സ് വാഗൻ്റെ ഒക്കെ കുറേ മോഡൽ കണ്ടു. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ പെയിൻറ്റിൻ്റെ സെഷനാണ്. നമുക്കിപ്പോൾ മെറ്റൽ കാർഡ്സൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ നമുക്ക് മാറ്റി അടിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് അടിക്കാം. അതിനുള്ള എല്ലാ ഫുൾ അക്സസറീസും ഇവിടെ ഉണ്ട്, വിത്ത് പെയിൻറ്റ് എല്ലാം. ഈ 1:43 മോഡൽസ് ആണ് ഇതായിരിക്കുന്നത്. അടിപൊളി മോഡൽസ്. പിന്നെ വേറൊരു സാധനം ഇവിടെ നമുക്കറിയാമല്ലോ, ഈ വേൾഡ് വാറിൻ്റെ സമയത്താണ് നമ്മുടെ ജർമ്മനി ഒരു റോക്കറ്റ് കണ്ടുപിടിച്ചത്. അത് ടിൻടിൻ എന്ന് പറയുന്ന കാർട്ടൂൺ ബേസ് ചെയ്തിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ആ റോക്കറ്റിൻ്റെ മോഡലാണ് 650 യൂറോസ്. കൂടാതെ അതിൻ്റെ ചെറിയ സൈസും ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ റോക്കറ്റ്. കണ്ടോ,
ടിൻറ്റിൻ്റെ കാർട്ടൂൺ കണ്ടവർക്കറിയാം. അതിൻ്റെ ഒരു മിഷനുണ്ട്, ടിൻറ്റിൻ്റെ ഈ സ്പേസിൽ പോകുന്നൊരു മിഷൻ. അതുകൂടാതെ തന്നെ ഇവിടെ ടിൻറ്റിൻ്റെ തന്നെ മിനിയേച്ചർ മോഡൽസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ആ സെറ്റിൻ്റെ വില ഉണ്ടോ, 215 യൂറോ ഏകദേശം. നല്ല വിലയുണ്ട്. കുഞ്ഞു റോക്കറ്റും അവിടെ ഇരിപ്പുണ്ട്. ഇതാ ഈ സൈഡിൽ കണ്ടോ, മറ്റേ നമ്മുടെ ടിൻറ്റിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഉള്ള ഒരു ഇതാണ് കണ്ട, നടരാജ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാർട്ടൂൺ ബേസ് ചെയ്തിട്ടുള്ള സെറ്റും വെച്ചിട്ടുണ്ട്. ടിൻറ്റിൻ്റെ വാച്ച്, ഇത് മറ്റേ ചൈനീസ് എക്സ്പെഡീഷൻ 450 യൂറോ, 45,000 രൂപയെ. അങ്ങനെ പല ടൈറ്റം സാധനങ്സ് ഇവിടെ ഉണ്ട് കണ്ടോ. ഇതൊരു വണ്ടർഫുൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഓട്ടോ സെൻറ്റർ എന്ന് പറയുന്ന കട. നമ്മളത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം പോരാതെ വരും, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് കാണുന്ന ഇന്നത്തെ ഓഫേഴ്സാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. RC കാർസിൻ്റെ 4 വീൽ ഡ്രൈവും എല്ലാം ഉണ്ട്. പുറത്തും കുറേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ല. ഒരു ദിവസം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടു തീർക്കാനും. കാർ ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് ഇതൊരു വൺ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നവരെ, അപ്പോൾ എല്ലാവർക്കും ച്യൂസ്.